റിയ എന്ന് പറയുന്നൊരു കുട്ടി ഇപ്പൊ ഇൻസ്റ്റയിലൊരു പുതിയൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. എന്തൊട്ട് വീഡിയോ ആണ്? ഇപ്പൊ നിങ്ങളെ പിരിയാൻ പറ്റുന്നില്ല, ഇഷ്ടമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടൊരു റീല് പോലെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതെ അതെ, കണ്ടിരുന്നു. തീർച്ചയായിട്ടും അത് കണ്ടപ്പോ എന്താ തോന്നിയത്? ഭയങ്കര സാഡ് തോന്നി. സാഡ് എന്ന് പറയുമ്പോ റിയയുടെ കാര്യത്തെ ഓർത്തിട്ടാണ് സാഡ് ആയിട്ട് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ ഇങ്ങനെ കരിന്താള് പോലെ വരുന്നത് ഒത്തിരി സങ്കടം. അപ്പൊ റിയക്ക് ശരിക്കും താങ്കളെ ഇഷ്ടമായിരുന്നു? ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ സുഹൃത്തെ, ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക എന്തോരം ആരാധകന്മാരുണ്ട്. ആസിഫിക്ക ടോവിനോ, ഫഹദിക്ക, അല്ലു അർജുൻ, പിന്നെ ആരാ പറയാ, കുഞ്ചാക്കോൻ, നെസ്ലിൻ, പിന്നെ മാത്യു തോമസ്, സണ്ണി വെയിൽ. അല്ല ഞാൻ പറയട്ടെ പുണേക്ക്, ഇപ്പോൾ ഒരുപാട് ആരാധികന്മാരെ വിളിച്ച് ഫാൻ മീറ്റ് നടത്താറുണ്ട് നടന്മാർ. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് താങ്കളെ കല്യാണം കഴിച്ചാൽ എനിക്ക് നന്നായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇവരുടെയൊക്കെ നടന്മാരൊക്കെ കല്യാണം കഴിക്കാൻ നല്ലതാണ്, പക്ഷേ ഇവർ കല്യാണം കഴിച്ചു കഴിഞ്ഞ ഒരു ജീവിതം ഉണ്ടല്ലോ. ഇപ്പോൾ സിനിമ കാണുന്ന പോലെയല്ല സിനിമ നടന്മാരുടെ ജീവിക്കുമ്പോഴുള്ള ഓരോ അവസ്ഥകൾ. ഇപ്പോൾ ഹേമ കമ്മിറ്റി വിഷയങ്ങൾ നമ്മൾ പൊതുവെ ആരും കുറ്റം പറയുന്നതല്ല, പക്ഷേ എല്ലാ നടന്മാരും ഓക്കെ ആണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ഒരു എന്താ പറയുക, ലേഡിയായിട്ട് ജീവിക്കുമ്പോൾ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിണക്കങ്ങളും ഇഷ്ടക്കേടൊക്കെ പുറത്തെടുക്കുക ഉണ്ടാകാം. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണല്ലോ ഒരുപാട് ഡൈവോഴ്സ് കേസൊക്കെ വരുന്നത്. ഒരുപാട് നടന്മാർ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എന്ത് തോന്നി? കാരണം നമ്മളെ പ്രതിച്ഛായ എന്താ പറയുക കളഞ്ഞൊരു വ്യക്തിയല്ലേ ശരിക്കും. എനിക്ക് തോന്നുന്നത് താങ്കളെ കല്യാണം കഴിയാതെ വേറൊരു പെണ്ണും താങ്കളെ സ്മാർട്ട് പിക്സ് മീഡിയയിലെ വീഡിയോ കണ്ടിരുന്നു പണ്ട്. സുഹൃത്ത് കണ്ടിരുന്നു. എന്ത് തോന്നിയത് കണ്ടിട്ട്? അതിലെന്തൊക്കെ പോയിന്റ്സ് ഉണ്ടായിരുന്നു? അല്ല ഞാൻ പറഞ്ഞു, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് താങ്കളെ വേറൊരു പെണ്ണും സ്നേഹിക്കാതിരിക്കാനും റിയയ്ക്ക് താങ്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കള്ള പരാതി കൊടുത്തതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതിനോട് പറയാനുള്ളത്, ഇപ്പം എനിക്ക് കുറേ ആൻറ്റിമാരുണ്ട്. ആൻറ്റിമാരുടെ കൂടെ കറങ്ങിയിട്ടില്ല ഇതുവരെ. നമ്മൾ അമ്മയായിട്ട് അമ്മയുണ്ടാവും ആൻറ്റിമാരോട് മറ്റേ യാത്ര ചെയ്യുമ്പോഴൊക്കെ. നീറ്റായിട്ടൊരു ഒരു മകനെ പോലെയാണ് ആൻറ്റിമാർ കരുതി, മകനെ പോലെ അല്ലെങ്കിൽ അനിയനെ പോലെ കരുതിയേക്കണം. അപ്പോൾ ഇവർ നമ്മളെ കാണുമ്പോൾ കെട്ടുപിടിക്കുക, കിസ്സടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അതും പറഞ്ഞ് അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ എന്തെങ്കിലും ഏർപ്പെട്ടാൽ പോലും, ശാരീരിക ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുക, അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷനിൽ പെട്ടാൽ പോലും നമുക്കൊരു സ്നേഹം വേണ്ടേ? ഇപ്പോൾ സപ്പോസ് ഒന്ന് ചിന്തിക്കും സുഹൃത്ത്, ഇപ്പോൾ റിയയും ഞാനും തമ്മിൽ ഒരുമിച്ച് ഒരു മുറിയിൽ പോയിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ പറഞ്ഞ കള്ളവടി വെക്കാൻ പോയിട്ടില്ല ഇവളുമായിട്ട്. വേറെ ആരുമായിട്ട് പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇവർ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് വേറെ വ്യക്തികൾ വരുമ്പോഴല്ലേ അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ അത്യാവശ്യം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് നമുക്ക് റിലേഷൻസ് ഉണ്ട്, ഒരുപാട് പെൺകുട്ടികളായിട്ട് അടുപ്പമുണ്ട്, ഒരുപാട് കറങ്ങാൻ പോകാറുണ്ട്. രാത്രികാലങ്ങളിലൊക്കെ പോകാറുണ്ടോ എന്നൊക്കെ എനിക്കറിയില്ല കറക്റ്റ്. ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ക്ലിയർ ആയില്ല സുഹൃത്തെ? ചെയ്തു. മനസ്സിലായി. അതേപോലെ തന്നെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റിൽ താങ്കൾ പറയുന്നുണ്ടായിരുന്നു മാർച്ചിനുള്ളിൽ കല്യാണം കഴിക്കുന്നു. അപ്പൊ അത് കണ്ടതിന് ശേഷമായിരിക്കണം ഇപ്പൊ ഈ ഒരു റീലായിട്ട് വന്നെന്ന് തോന്നുന്നുണ്ടോ? ഇവരെ കളിക്കട്ട് ചോദ്യമായി പോയി, എന്നാലും കുഴപ്പമില്ല പറയാം. അപ്പോൾ ആദ്യം ചോദ്യത്തിന് പറയാം. കാരണം ആ ഷോർട്ട് ഫിലിം പുതിയത് ചെയ്യാൻ പോകും. അപ്പോൾ അലിയേട്ടൻ്റെ ഇപ്പം നാൻസി 2 എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഒരു തെണ്ടിത്തരമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് ബ്രൈറ്റാണ് ചതിച്ചത്, മനസ്സിലായോ? ബ്രൈറ്റിന് റിയേനെ ഇഷ്ടമായിരുന്നു, റിയക്ക് തിരിച്ചും. ആരുടെയൊക്കെ സെറ്റിൽ നഹാസ് അദ്ദേഹത്തോട് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ചോണ്ടെന്ന് അറിയാൻ പറ്റും, മനസ്സിലാവും. ഒരുമിച്ച് നടക്കും, ഒരുമിച്ച് കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അലിയേട്ടൻ്റെ പെണ്ണാഴ്ചയുടെ തലേദിവസം വരെ ഒരുമിച്ച് ഫോൺ വിളിക്കുകയും ചെയ്യണം. ഞാൻ റിയേനെ വെറുതായിട്ട് വിളിക്കാറില്ല, കൂടുതലും ബ്രൈറ്റാണ് സംസാരിക്കാറുള്ളത്, മനസ്സിലായോ?
ഈ സെറ്റി വെച്ചും ബ്രൈറ്റ് കെട്ടിപ്പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇനി അടുത്ത ഇൻ്റർവ്യൂവിൽ വേണമെങ്കിൽ അവൻ ഇല്ലെന്ന് പറയും, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരു ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. പിന്നെ അത് പണി വെച്ചത് നമുക്കറിയാൻ പാടില്ല. ഇപ്പോൾ നിങ്ങളറിയാമല്ലോ, കെട്ടിപ്പിടിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കുന്നത് തെറ്റില്ല. അത് തന്നെ, ഒരു ഹഗ് ചെയ്യുക, അത് നല്ലൊരു മോശം പ്രവണതയെന്ന് ആരും പറയില്ല. പക്ഷേ അത് ബ്രൈറ്റ് അംഗീകരിക്കുന്നില്ല, ബ്രൈറ്റ് അത് പറയുന്നില്ല. കാരണം അവന് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ അവിടെ സ്കാമർ ഇല്ലാണ്ടായിപ്പോയി, അല്ലെങ്കിൽ കാണിക്കാറുണ്ട് എനിക്ക്. പക്ഷേ ഈ ഡബ്ബിങ്ങിൻ്റെ സമയത്തും അവനെ വിളിച്ചിട്ട് മാറ്റിയിരുന്ന് വേറെ സംസാരിക്കേണ്ടായിരുന്നു. അത് കേട്ടുമ്പോൾ മനസ്സിലായി ഡബ്ബിങ്ങിന്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അവള് ബ്രൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞതൊക്കെ അറിഞ്ഞിരുന്നു. അത് തെറ്റാണ്. കാരണം ഈ ബ്രൈറ്റ് എന്ന് പറഞ്ഞ വ്യക്തി RDX 2023 22 തുടക്കത്തിൽ അവസാനവും 2021 ആദ്യവും തോന്നും ഷൂട്ടേ. അപ്പം അന്ന് മുതൽ റിയയായിട്ട് കൂടുതൽ അടുപ്പമുള്ളത് ബ്രൈറ്റിനാണ്. എന്തോ വേണ്ട ഇൻ്റർവ്യൂ ബ്രൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചെന്നൊക്കെ പറഞ്ഞത് പക്ക തെണ്ടിത്തരമാണ്. കാരണം ബ്രൈറ്റ് ചോദിച്ചിട്ടില്ലെന്നാണ് പറയണത്. ബ്രൈറ്റ് ശരിയായിരിക്കാം, പക്ഷേ ഈ അലിയേട്ടൻ്റെ നാൻസിക്ക് മുന്നേ ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ട്, സ്നേഹം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം മണിക്കൂറായിട്ട് ഇവർ സംസാരിക്കാറുണ്ട്. എനിക്കിതിൽ പറയാനുള്ളത് ഗെയിമാണെന്നാണ് പറയാനുള്ളത്. കാരണം അലിൻ ജോസ് പറയുന്ന വ്യക്തിയെ ഈ റീൽ ചെയ്തല്ല, ആയിട്ടുള്ള റീല് മറ്റേ കാവ്യമാധവൻ്റെ ദിലീപിൻ്റെയൊക്കെ ആ ഒരു പാട്ടിട്ട് കരിമീനെ കുരുവിയെ കണ്ടില്ല. അപ്പോൾ ആ സംഭവത്തെ വെച്ച് ദിലീപും കാവ്യ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയണ്ടായി. പക്ഷേ നമ്മൾ റീല് വൈറലാക്കാൻ വേണ്ടി ആക്ട് ചെയ്തു. ഇപ്പോൾ എന്തോരം ആക്ടേഴ്സ് അഭിനയിച്ചിട്ട് പോകും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിലേഷനിലും ആകാം ആക്ട്രസുമായിട്ട്. അത് കല്യാണത്തിലേക്കെല്ലാം കലോഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. എന്താ പറയാ, ഇപ്പം ആസിഫ് അലി, ഭാവന ഒരുപാട് പടത്തിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള അഭിനയിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ആസിഫ് അലിയുടെ ഭാര്യയാണോ ഭാവന? അതാണ് ഞാൻ പറയേണ്ടത്, മനസ്സിലായോ? ഇപ്പോൾ ആൾക്കാർ സിനിമ കണ്ടും പ്രസ് മീറ്റ് കണ്ടൊക്കെ അവരൊക്കെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ലൈഫിൽ പണ്ട് ആസിഫിക്ക ബൈസൈക്കിൾ ദിവസം ലൊക്കേഷൻ വെച്ച് കണ്ടപ്പോൾ മൈൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഇന്നല്ല കാസർഗോഡിൻ്റെ ഒക്കെ ഒരു റിവ്യൂ സമയത്ത് പുള്ളി എത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ ആസിഫിക്കയുടെ ഡയറക്ടർ അങ്ങനെയല്ല കേട്ടോ. ആസിഫിക്കൻ്റെ പച്ച പടം ചെയ്ത സന്തോഷോടെ ഡയറക്ടർ ഇന്നലെ കണ്ട് നമ്മുടെ ജിസ് ജോയ്, അറിയോ? പുള്ളി നല്ല മാന്യമായിട്ട് മനുഷ്യനാണ്. കാരണം പുള്ളി നല്ല കൂളായിട്ട് എന്താ വർത്താനം പറഞ്ഞു. കാരണം പുള്ളി നമ്മുടെ ചാവേറിൻ്റെ ലൊക്കേഷൻ ചാവേറിൻ്റെ ഒരു അല്ല അത് പറയാം ചാവേറിൻ്റെ പ്രസ് മീറ്റ് വെച്ച് അത് കണ്ടപ്പോൾ അധികം മൈൻഡാക്കിയില്ല. പക്ഷേ ഇന്നലെ നമ്മൾ ആശ സ്ഥലത്ത് മാഡത്തിൻ്റെ ഡാൻസ് കണ്ടു. ഗംഭീര ഡാൻസ് ഇട്ടാ ചാമകമ്പോയി പാർക്കിൽ, ഒരു രക്ഷയില്ല. ഞാൻ കണ്ടിട്ട് എന്താ പറയുക, കയ്യിൽ രോമം വരെ വിറമ്പിച്ച് പോയി ഡാൻസ് കണ്ടിട്ട്. കാരണം ഞാൻ ഡാൻസ് കാണുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ അവസാനമായിട്ട് കണ്ടത് എൻ്റെ ഒരു ഫസ്റ്റ് കാമുക ഡാൻസാണ്, മേഹാസ് നായരുടെ ഡാൻസ്. പണ്ട് സാന്റാക്രൂസിൽ കണ്ട ഒരു ഓർമ്മയുള്ളൂ എനിക്ക്. അത് കണ്ട് പിന്നെ ഞാൻ ഡാൻസ് പരിപാടിക്ക് പോകാറില്ല. കാരണം എനിക്ക് ഒരു എന്താ പറയുക, ബ്രേക്കപ്പായൊരു പ്രേമം ഉണ്ടായിരുന്നു പണ്ട് മേഹാസ് നായരായിട്ട്. ഒരുപാട് പേര്, ഇപ്പോൾ ആൻസില, ഷോണറ്റ്, അങ്ങനെ ഒരുപാട് പേരായിട്ട് ഞാൻ വൺ വേ പ്രേമം ഉണ്ടായിരുന്നു. അവരാരും തിരിച്ച് പ്രേമിച്ചില്ല, പോട്ടെ. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, മീനാക്ഷി, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിലേക്ക്. കാരണം അവളെ കെട്ടണം, കൊടൈക്കനാലിലേക്ക് കൊണ്ടുപോകണം, സുണു മലാലേക്ക് കൊണ്ടുപോകണമെന്നോ കെട്ടണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കേസാണ്. കാരണം ഉണ്ടാവും. കാരണം എനിക്ക് ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല, ഒരു കാര്യം പറയാം. എനിക്ക് വണ്ണമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഫസ്റ്റ് കാര്യം. ഇപ്പം ചേട്ടൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഓരോരുത്തർ കൺസെപ്റ്റ് ആയിരിക്കും. എനിക്ക് എൻ്റെ പെണ്ണ് മെലിഞ്ഞിരിക്കണമെന്നും സാനിയ അയ്യപ്പനെ പോലെയും മമത മോഹൻദാസിനെ പോലെയുള്ള ഒരു എന്താ പറയുക ഫിഗർ ഉണ്ടാവണമെന്നും ആഗ്രഹമുണ്ട്.
എന്നും പറഞ്ഞ് സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നും താല്പര്യമില്ല. കാരണം നമ്മൾ എൻ്റെ ലൈഫിൽ എത്ര മാരേജ് ഉണ്ടാവും അറിയില്ല, ഫസ്റ്റ് മാരേജാണ്. പൊരുത്തപ്പെട്ട് പോയാൽ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവും. കാരണം സിനിമയാണല്ലോ, സിനിമയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകാം. എന്തായാലും കല്യാണം ഉണ്ടാകും. നമ്മൾ കല്യാണം കഴിക്കുന്നത് ജനുവിനായിട്ടായിരിക്കും, നല്ല രീതിയിൽ നോക്കും. ഞാൻ എന്താ പറയുക, ഈ ഗൗരവമില്ലാത്ത വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളിലും. ചില കാര്യം വരുമ്പോൾ മാത്രം ദേഷ്യപ്പെടും, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാൽ മാത്രം ഞാൻ ദേഷ്യപ്പെടും. പെട്ടെന്ന് എന്തെങ്കിലും ഇരിക്കാൻ, ഇപ്പം അമ്മയാണെങ്കിലും അമ്മമ്മയാണെങ്കിലും പെട്ടെന്ന് ഫോണിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ കാലത്ത് വേറെ എന്തെങ്കിലും വിഷയം സംസാരിക്കാൻ വരുന്നു കഴിഞ്ഞാൽ സമാധാനം താ പ്ലീസ് എന്ന് പറഞ്ഞ് അതുപോലത്തെ ഒരു സംഭവം കല്യാണം കഴിച്ച ലൈഫിലും ഉണ്ടാവും. നമ്മുടെ കൂടെ മാന്യമായിട്ട് ജീവിക്കാൻ തയ്യാറായി വരുന്ന പെൺകുട്ടിയോടുകൂടെ നല്ലപോലെ ജീവിക്കും. അത് വലിയ ഒരു എന്താ പറയുക, ലാസ്റ്റ് പീഡന പരാതി ഒന്നും കൊടുക്കരുത്. നമ്മൾ എന്തായാലും കല്യാണം കഴിക്കുന്നത് വ്യക്തിയായിട്ടുള്ളൊരു നല്ല രീതിയിലുള്ള സ്നേഹം ഉണ്ടാവും. കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കല്യാണം ഉണ്ടാവും തീർച്ചയായിട്ടും. എൻ്റെ ഫേസ്ബുക്ക് പേജ് വഴിയും മാപ്സ്റ്റിക്ക് എല്ലാ അത്യാവശ്യം മീഡിയ വഴി ഞാൻ അത് പ്രൊമോട്ട് ചെയ്യാൻ നോക്കും. കാരണം കല്യാണക്കുറി എല്ലാവർക്കും കിട്ടും. പിന്നെ കല്യാണത്തിന് വന്നവർ എന്തായാലും അലമ്പിന് ഉള്ളവർക്ക് പ്രാസം ഉണ്ടാവില്ല, മനസ്സിലായ? അത്യാവശ്യം എന്താ പറയുക, കള്ള് കുടിക്കാത്തവർക്ക് മാത്രമേ പാസം ഉണ്ടാവുള്ളൂ. കുടിച്ചിട്ട് വന്നവർക്ക് ബൗൺസേഴ്സ് മാറ്റി നിർത്തും. പ്രത്യേകിച്ച് പറയാം. ബ്രൈറ്റ് ഇന്നലെ വിളിച്ചിരുന്നു, ഭയങ്കര ഭീഷണി. കാര്യമെന്ന് വെച്ചാൽ അവൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് നടത്തിയല്ലോ, ഒരു കാര്യം ഉണ്ടായില്ല. കാരണം ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയം 24-ൽ വന്നു. ഓക്കെ, അപ്പോൾ സന്തോഷ് വർക്കി ഒരു പ്രസ് മീറ്റ് വിളിച്ചപ്പോൾ ഞാൻ സന്തോഷ് വർക്കി മാത്രം ഇരുന്നാൽ മതി ശരിക്കും, അല്ലേ? പക്ഷേ ഒന്നാം പ്രതിയുടെ പേര് പറഞ്ഞിട്ടില്ല ഇപ്പോൾ 24-ൽ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഇന്നലെ കഴിഞ്ഞ ദിവസം കാണിച്ച പ്രസ് മീറ്റിലെ ഞാൻ സന്തോഷ് വർക്കിയുടെ കൂടെ ഇരുന്നപ്പോൾ പുള്ളി അത് പിടിച്ച് മാറ്റാൻ നോക്കി. അതെനിക്ക് വലിയ പ്രത്യേകത തോന്നി. പിന്നെ ഇടയ്ക്ക് പുള്ളി എനിക്ക് പൈസ തരാൻ പോയപ്പോൾ അതും മുടക്കാൻ നോക്കി. 2000 രൂപ തരാൻ പോയപ്പോഴേ ബ്രൈറ്റ് മുടക്കി. സന്തോഷ് വർക്കി ചോദിച്ചപ്പോൾ എനിക്ക് മാത്രമായിട്ടല്ല, ആട്ടായത്തിനായിട്ട് ബ്രൈറ്റ് ചോദിക്കുമല്ലോ. കാരണം നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, എന്നാലും ഈ പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യുന്ന പുള്ളിയാണല്ലോ. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വരുമ്പോൾ തിരിച്ച് പോകുമ്പോൾ ഫണ്ട് കഴിക്കാനുള്ള പൈസകൾ എപ്പോഴും തരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നതാണ്. അല്ലാണ്ട് അതൊരു പറയാം, സന്തോഷ് വർക്കി എന്ന് പറയാൻ അത്യാവശ്യം കോടീശ്വരനാണ്. പുള്ളിക്ക് അത്യാവശ്യം കോടികളുടെ ആസ്തിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വലിയൊരു എമൗണ്ട് ഒന്നും മേടിക്കാറില്ല, വല്ലപ്പോഴും 500, 1000 രൂപ, 2000 രൂപയൊക്കെ തരും. അത് പിന്നെ പുള്ളി വിളിച്ച് പറയും. അതപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വിളിച്ച് പറയുന്ന പൈസകൾ ഇപ്പോൾ നമുക്കൊരു നല്ല കാലം വരുമ്പോൾ തിരിച്ചു കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും. കാരണം എനിക്ക് 1 രൂപ കടം പറയുന്നത് ഇഷ്ടമല്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പുഷ്പയുടെ റീൽ ചെയ്തു കണ്ടിരുന്നു. എങ്ങനെ ഉണ്ടായി? അത് വൾഗറായി പോയി. കാരണം ബ്ലൗസൊക്കെ ഇട്ട കുറച്ച് സാധനം, പിന്നെ എൻ്റെ ഒരു ഹാഫിനോട് വന്നിരുന്നു, ഹാഫ് ഷർട്ടില്ലാത്തൊരു സംഭവം. അത് അനൂപാക്ഷൻ ബ്ലൗസ് ചെയ്തത് എനിക്ക് ചെയ്യായിട്ട് തോന്നിയില്ല. പക്ഷേ കുഴപ്പമില്ല. മമ്മൂക്കാരെ വിളിച്ചല്ലോ, മമ്മൂക്കാരെ നേരിട്ടല്ല, മമ്മൂക്കാരെ ഫാൻസ് വിളിച്ചപ്പോൾ അറിയാണ്ട് എൻ്റെ വായിന്ന് വന്ന മിസ്റ്റേക്കാണത്. അപ്പോൾ എന്നെ മക്ബൂൽ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, ഇബ്ബാൽക്കാർ കണ്ടിരുന്നു. കുഴപ്പമില്ല, പുള്ളിയൊന്നും വലിയ സീനില്ല, എല്ലാവരും കണ്ടൊരു വിഷയമാണുള്ളത്, അല്ലേ? കോപ്രായങ്ങൾ കാണിച്ചെന്ന് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ കാര്യം പറയാം. സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്, സ്വയം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വന്ന സിനിമ കൃഷ്ണനും രാധയും, അത് ബാബുരാജും MA നിഷാദും ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കളിയാക്കി ഞാൻ കണ്ട, മനസ്സിലായ? എന്നെ അതുപോലെ രീതി കളിയാക്കണുള്ള ആരും പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി റീച്ച് കൂട്ടാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അന്ന് അത് ചെയ്തുകൊണ്ട് അയാൾക്ക് ഇത്രയും റീച്ചായി, അദ്ദേഹം സ്വന്തമായിട്ട് മറുപടി കൊടുത്തു. അപ്പം തിയേറ്ററിൽ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ പല സിനിമയൊക്കെ വിളിക്കുമ്പോഴാണ് നമ്മൾ പോകാറുള്ളത്. എപ്പോഴും വിളിച്ചാൽ പോകാറില്ല. പിന്നെ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാറുണ്ട്. പിന്നെ തിയേറ്റർ ഓണറിന്
അപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കേസ് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയി ഇരിക്കുന്നത്. എല്ലാവർക്കും പോകാനുള്ള അവകാശമുണ്ട്. ഡാൻസ് ഇപ്പോൾ ചെയ്യുന്നില്ല, മാന്യമായിട്ട് പോയി സിനിമ ഇറങ്ങി പോകുന്നു. പിന്നെ അവിടെ വെച്ചുള്ള കണ്ടൻറ്റ് എപ്പോഴും കയറുന്നില്ല. എപ്പോഴും റിവ്യൂവിലൂടെ വലിയ ട്രെൻഡിങ് ഒന്നും ഇല്ല. ഇപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ ട്രെൻഡിങ്. ഇപ്പോൾ ഏതോ ഒരു ചാനലിൽ നമ്മുടെ ചാനലുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ തിയേറ്ററിൽ പോയി അലമ്പേണ്ട ആവശ്യമില്ല. എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന പോലെ ഇൻ്റർവ്യൂ വരില്ല. മനസ്സിലായോ? ഇപ്പോൾ ഗാന്ധിജി ആരാന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാൻ പാടെന്ന് തോന്നി. അത് വേറലായി. നമ്മൾ കയ്യിൽ നിന്നിരുന്നതാ. ഗാന്ധിജി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അറിയാണ്ട് വായിന്ന് വന്നതാ. മനഃപൂർവ്വം പറയണതല്ല, നമ്മൾ വായിന്ന് അറിയാണ്ട് വന്നതാ. മനഃപൂർവ്വം ഒരാളെപ്പോൾ ഗാന്ധിജി ആരാണ് മഹാത്മാവാണെന്ന് മാത്രം എനിക്കറിയാം. പിന്നെ എന്താണ് സംഭവം പുള്ളി മെയിനായിട്ട്? ആ ഇപ്പം എല്ലാം നമുക്ക് പഠിച്ച കാലത്തോട് വരെയൊക്കെ പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ കയറി ഇങ്ങനെ കോപ്പറേറ്റ് കളിച്ചാണെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കും. വിദ്യാഭ്യാസം എന്താണ് ശരിക്കും? നിലവിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. 3-4 സെമസ്റ്റർ വരെ പാസ്സായിരുന്നു. ഇപ്പോൾ 5-6 സെമസ്റ്ററിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് പാസ്സായാലും ഞാൻ ഇനി അത് വെച്ച് ചോദിക്കൊന്നും ട്രൈ ചെയ്യുന്നില്ല. ഇനി ഇപ്പോൾ ഒരു 10-15 സിനിമ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ LLBക്ക് പോകാനാണ് പ്ലാൻ. പിന്നെ അടുത്ത വർഷം മാർച്ച്-ഏപ്രിൽ 2025 ഡാഡി ലോറൻസ് പെരേര നാട്ടിൽ വരും. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്, അലിഞ്ചോസ് പെരേര സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റും പിന്നെ സ്റ്റേഷനറി, പിന്നെന്താ ചെറിയൊരു ഗോൾഡൻ ഡയമണ്ട്സ് പോലത്തെ എന്താ പറയുക ഫാഷൻ ഗോൾഡ് ഉണ്ടല്ലോ, എന്താണ് പറയുക, ഒരു ഗോൾഡിൻ്റെ മറ്റേതുണ്ടല്ലോ, അല്ല മറ്റേ സ്വർണ്ണമല്ലാത്ത അല്ലാത്ത വേറെ ഉണ്ട് കളർ മുക്കണേക്ക. അത് അപ്പം അങ്ങനത്തെ പിന്നെ എന്താണ് ലേഡി സ്റ്റോർ, പിന്നെ ഐസ്ക്രീം ബാർ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വ്യവസായങ്ങളിലേക്ക് പോകാനാണ് പ്ലാനിങ്. കാരണം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ മീഡിയ ചർച്ച ചെയ്തിട്ട് വല്ല ഇങ്ങനെ കണ്ടു വരുമ്പോൾ വിഷയങ്ങൾ സംസാരിക്കുക. പിന്നെ ഇതിൽ പറയാനുള്ള ഫെയിം സ്റ്റെപ്പ് അത്യാവശ്യം ട്രോൾ വന്നു. ABC മലയാളത്തിലാണെങ്കിലും ഉള്ള ഇൻ്റർവ്യൂസ് ഇപ്പോഴും ട്രെൻഡിങ് ആണ്. അത് പലരും ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഉള്ള വന്നൊരു അടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ചാനലിൽ തന്നെ ഒരു റിവ്യൂ എടുത്തിരുന്നു. ഏതാണെന്ന് പറയാമോ? ഒരു ചെറിയ പടത്തിന് റിവ്യൂ എടുത്തിരുന്നു നിങ്ങൾ. അതല്ല, ഇപ്പം എടുത്ത റിവ്യൂ ഈ അടുത്ത് ചെറിയൊരു പടത്തിൻ്റെ. അത് ഭയങ്കര ദോഷമായി എനിക്ക്. അത് കണ്ടിട്ട് ഇടക്കൊച്ചിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. താൻ ഈ പൈസ മേടിച്ചാണ് റിവ്യൂ പറയണമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു സിനിമ ചെറിയ സിനിമയല്ലേ. കാരണം നിങ്ങളുടെ ചാനൽ അത്യാവശ്യം റീച്ചില്ലേ? എന്തോരം പേര് കണ്ടോ വീഡിയോ? ഏത് പ്രേതങ്ങൾ കൂട്ടോ? 3-4 അങ്ങനെ എന്ത് പറ്റിയത്? കാരണം ചെറിയ പടത്തിൻ്റെ സാധനം കയറി അത് കത്തൊന്നും ഞാൻ തോന്നിയില്ല. കാരണം നമ്മൾ ഫ്രൈഡേ എപ്പോഴും വരുന്നത് ട്രോള് കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും തിയേറ്ററിൽ വരുന്നത്. പക്ഷേ എല്ലാപ്പോഴും ട്രോള് കിട്ടുന്നില്ല. ട്രോള് കിട്ടുന്നത് പ്രയാസമല്ലേ, അത് സംഘടിപ്പിച്ച കാര്യമില്ല. അത്യാവശ്യം നമ്മൾ തന്നെ നമ്മളെ റീലെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കയറി കത്തുന്നുണ്ട്. അപ്പോൾ പ്രേതങ്ങളുടെ കൂട്ടത്തിൻ്റെ സിനിമ എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, ഒരു എക്സ്പീരിയൻഷ്യൽ മൂവിയാണല്ലോ. കാരണം എനിക്ക് സിനിമക്കാരെ പിണക്കണത് കൊണ്ട് പിണക്കാത്തതുകൊണ്ട് എനിക്ക് ചാൻസ് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തോരം സിനിമ ഞാൻ ചെയ്യണ്ടേ? ഇപ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിമായിട്ട് മുന്നോട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സിനിമകളിൽ ചെയ്യുന്നു. ഇപ്പോൾ സുമതി വളവ്, ചോല വിസ്കി, ശുക്രൻ, ഒരു 2-3 മൂവി പറഞ്ഞു വെച്ചിട്ടുണ്ട് ചെയ്യാമെന്നത്. വിളിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് പോയി ചെയ്യും. ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. അറിയോ? ഉണ്ണിക്കണ്ണനാണോ? അറിയോ? പുള്ളി ആക്ടിങ് എന്ന വ്യക്തിയാണെന്ന് അറിയോ? ഇങ്ങനെ വിജയിൻ്റെ മാത്രമല്ല ആക്ടിങ് ഉണ്ട്. അപ്പോൾ ഇന്ന് പുള്ളി സുമതി വളവ് ജോയിൻ ചെയ്തു. കാരണം പുള്ളി ഒരു ലൈവ് ഇട്ടിരുന്നു, ഞാൻ സുമതി വളവ് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഡയറക്ടറിൻ്റെ ചെറുതായിട്ട് കാണിച്ചു. അപ്പോൾ ആൾക്കാർ ഈ കോപ്രായത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സിനിമയിൽ നായകനാകണമെന്നല്ല, ഒരു ചെറിയ ഭാഗമായി ഡയലോഗ്സൊക്കെ കിട്ടണമെന്നാണ് ആഗ്രഹം. അത് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും അല്ല കേട്ടോ. കാരണം നിങ്ങളറിയാമല്ലോ, ഇപ്പോൾ റിവ്യൂ പറഞ്ഞ് എത്ര പേരെ ഇപ്പോൾ വൈറലായോ എന്ന് പറയാമോ? പേരെന്ന് പറയാമോ? എൻ്റെ ഒരു പറഞ്ഞില്ലല്ലോ തെറ്റി.
ഉണ്ടല്ലോ. ഇത് അറിയിപ്പിക്കാൻ ഇവിടെ ഇല്ല. അതായത് ഞാൻ പറയണേ, ഇപ്പോൾ ലിബിനിൽ കുഴപ്പമില്ല, പുള്ളി സിനിമ ട്രൈ ചെയ്താൽ കിട്ടും. പക്ഷേ സന്തോഷ് വർക്കിക്ക് എനിക്കും സിനിമകൾ ഒരുപാട് കൈ നിറയുണ്ട് ചെയ്യാനായിട്ട്. പിന്നെ അഭിലാഷ് ആട്ടയം ഓൾറെഡി ആക്ടർ ആയതുകൊണ്ട് പുള്ളിക്ക് ഒരു ചോല വിസ്കിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി എൻ്റെ വർക്കിലൊക്കെ. പക്ഷേ നല്ലൊരു വേതനം കിട്ടുന്നില്ല, അതിന് പുള്ളിക്ക് സങ്കടമുണ്ട് അഭിലാഷ് ആട്ടയത്തിന്. പക്ഷേ സന്തോഷ് വർക്കിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, പുള്ളിക്ക് ഞാൻ പറഞ്ഞില്ല കോടികളുടെ ആസ്തിയുണ്ട്, പുള്ളിക്ക് ഫെയിം മാത്രം മതി. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് 10,000-20,000 രൂപ സാലറി കിട്ടുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ. പിന്നെ ഈ എല്ലാവർക്കും സ്പേസും വേണം സിനിമയിലും വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, മനസ്സിലായ? ഈ മനോജിനും പിന്നെന്താ നമ്മുടെ കിംബോയ് സിനിമയിലും ബിഗ് ബോസിലും കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാകാം, വ്യാമോഹമാകരുത്, മനസ്സിലായ? കളിയാക്കുന്നതല്ല. കാരണം എനിക്കെപ്പോലുള്ള വ്യക്തിയും സന്തോഷ് വർക്കിനെ പോലുള്ള വ്യക്തിയും എന്താ പറയുക, ഈ തവട്ടത്തിൽ കടന്നിട്ട് ശക്രശ്വാസം വലിച്ചിട്ട് പോലും ബിഗ് ബോസ് 5-ലും 6-ലും 7-ലും വിളിച്ചിട്ടില്ല, മനസ്സിലായോ? അപ്പം അങ്ങനത്തെ വ്യക്തികളെ ഇപ്പം എൻ്റെ കൂടെ നടക്കുന്ന അഭിലാഷും കിംബോയും മനോജും കയറണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? പറയും. പിന്നെ ലാസ്റ്റ് നിമിഷത്തിൽ ഞാനോ സന്തോഷ് വർക്കിയോ കയറാൻ ചാൻസ് ഉണ്ടോ നിങ്ങളുടെ മാപ്സ്റ്റിക് മീഡിയയുടെ അഭിപ്രായത്തിൽ? യെസ് ഓർ നോ? ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിൽ ആരെങ്കിലുമൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കുറേ പേര് ഞങ്ങളെ പേരൊക്കെ വരുന്നുണ്ട് ചില ചാനലിൽ. പക്ഷേ അവസാനം നിമിഷത്തിൽ ഓഡീഷൻ വിളിക്കുമെന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? അവിടെ പോകുന്നത് ബിഗ് ബോസിൽ പോകുന്നത് അത്ര വലിയ കാര്യം, പൈസ കിട്ടും പക്ഷേ അത്ര വലിയ കാര്യമാണ് തോന്നുന്നുണ്ട്. മാത്രമാണോ? അല്ല, അതല്ല, ബിഗ് ബോസ് കൊണ്ട് ദോഷം എന്തെങ്കിലും ഉണ്ടോ? ദോഷം എത്ര ബിഗ് ബോസിൽ വന്ന ആൾക്കാർ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്, എണ്ണാവുന്ന ആളുകളല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു 1-2 ചാനലുകൾ പറഞ്ഞേ ഈ ബിഗ് ബോസിൽ പോയാ അല്ലെ ഇന്റർവ്യൂ കിട്ടുമ്പോ കാശ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു, ശരിയാണോ? അതിപ്പോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുസരിച്ചിരിക്കും. പിന്നെ ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ ചോദിക്കാം, എൻ്റെ എക്സാമ്പിൾ തന്നെ ചോദിക്കാം. ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയി സങ്കല്പിക്കും, ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇന്ന എത്ര രൂപ തന്നെ പറഞ്ഞാൽ ചാനലുകാർ തരുമോ? ഇപ്പോൾ ഞാനിപ്പോൾ ചോദിക്കട്ടെ, പൊട്ടത്ര ചോദിക്കട്ടെ, ഇപ്പോൾ 5 lakhs ഞാൻ പറയണേ, 5 lakhs എന്നാ ഇന്റർവ്യൂ എടുക്കുള്ളൂ. അപ്പോൾ അവരെന്താ പറയുക? അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നോടൊരു ഞാൻ ചോദിക്കാൻ കാര്യമേ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ കിട്ടുന്നത്? കാരണം ഈ ഇന്റർവ്യൂ എടുക്കുന്ന ചാനലുകാർക്ക് ചിലപ്പോൾ 6 ലക്ഷം രൂപ കിട്ടുന്നുണ്ടാവും ആളുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ, അല്ലാതെ ആരും എടുക്കില്ലല്ലോ. ഇപ്പൊ ഞങ്ങള് പുള്ളിക്ക് 3 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10 പൈസ കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. വേറെ എടുത്തിട്ടില്ല? ഇല്ല, ഒരു ചെറിയ റീൽ പോലും എടുത്തിട്ടില്ല. റീൽ എടുത്തിട്ടാണ് ഇന്റർവ്യൂ, അതിപ്പോ നമുക്ക് അല്ലാതെ കാണുമ്പോൾ എടുക്കില്ല. ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ പുള്ളിക്ക് പൈസ കൊടുക്കണം. ആണോ? ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും ഇതേപോലെയാണ് 3 ലക്ഷം കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത്? അല്ല, ഓരോരുത്തർക്കും ഓരോ റേറ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ റേറ്റ് ആണ്. അപ്പോൾ ഈ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവർക്കും കാശ് കിട്ടത്തില്ല ഇന്റർവ്യൂ ചെയ്യുമ്പോൾ. പിന്നെ പറയാനുള്ള ഇപ്പോൾ അഭിലാഷ് ആട്ടയം എല്ലാ ഇന്റർവ്യൂവിലും കയറി കരഞ്ഞിട്ട് ബിഗ് ബോസിൽ പോകണമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുള്ളി പറയുന്നത് തോന്നുന്നു? അല്ല, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞല്ലോ അഭിലാഷ് ആട്ടയത്തിന്റെ വീടിന്റെ അവസ്ഥയാണെങ്കിലും താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ പുള്ളിക്ക് പൈസ കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ബിഗ് ബോസിൽ കയറാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പുള്ളി എന്നെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ സന്തോഷ് വർക്കിയും അലിൻ ജോസും ചിലപ്പോൾ കയറാം, ഞാനും കയറാം എന്നൊക്കെ രീതിയിലാണ് പുള്ളി പറയണത്. അവളുടെയും തൊട്ടാത്ത രീതിയിലാണ് പുള്ളി വർത്തമാനം പറയണത്. അതിലൊന്നും എന്ത് തോന്നുന്നു? അല്ല, ഇതൊന്നും നിങ്ങൾ തീരുമാനിക്കുന്നില്ലല്ലോ, ഏഷ്യാനെറ്റുകാരാണ് തീരുമാനിക്കേണ്ടത് അതിനകത്ത് ആരാണ് കയറേണ്ടത്. കാരണം ഏഷ്യാനെറ്റിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഏഷ്യാനെറ്റിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു, അവാർഡ് നൈറ്റിൽ ഞാൻ പോയിരുന്നു. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് മാറ്റി, എൻ്റെ സീക്വൻസ് തുടങ്ങി, ആർട്ടിസ്റ്റുകളുടെ സീക്വൻസ് തുടങ്ങി എഡിറ്റ് ചെയ്ത് മാറ്റും. അതുപോലെ ഇപ്പോൾ അതൊക്കെ
ഇപ്പോൾ ബിഗ് ബോസിൽ പോയ ആൾക്കാർ മറ്റേ ഒരു ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, പത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയാണല്ലോ. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ലോകത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിവസം കാണുന്നു, പാടുന്നൊരു ആരാണോ കൂടുന്നൊരു ആരാണോ, ഏകാന്തതാണ് ഇതാണ് ഓ ഓ ഓ. മനസ്സിലായോ? ഇപ്പോൾ എന്നെ അനുകരണം ചെയ്ത് പറഞ്ഞവർ വന്നിരുന്നു ബിഗ് ബോസിൽ, വന്നിരുന്നു കഴിഞ്ഞ സീസൺ 6. പുള്ളി തന്നെ എന്നോട് ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു എൻ്റെ ചാനലിൽ, കണ്ടിരുന്നോന്ന് അറിയില്ല.